ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ വീഡിയോ ഒന്നല്ല, ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും അത്തം ദിനാശംസകൾ. അപ്പോൾ ഞങ്ങൾ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. എല്ലാവരും പൂക്കൾ ഇട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് പ്രാവശ്യം ഓണം എന്ന് പറയാൻ മാത്രം ഞങ്ങളുടെ ഒരു ബന്ധത്തിൽ റിലേറ്റീവ് മരിച്ച കാരണം പൂക്കളൊന്നും ഇടുന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോവാം. അവിടെ പൂക്കളുണ്ട് കേട്ടോ. അവിടെ എല്ലാ കൊല്ലവും പൂക്കളിടാറുണ്ട്. അടിപൊളി പൂക്കളും 10 ദിവസം ഇടാറുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട്, കൃഷ്ണൻ്റെ അമ്പലമാണ്, അപ്പോൾ കൃഷ്ണനെ കണ്ണനെയും കാണാം, പൂക്കളും കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് വണ്ടി എടുത്തിട്ടില്ല, നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കാട് പിടിച്ച സ്ഥലങ്ങളാണ്, റോഡാണ്. ഈ റോട്ടിൽ കൂടിയാണ് നമ്മുടെ അമ്പലത്തിൽ പോവുക. 2 സൈഡും നല്ല പച്ചപ്പുണ്ട് കേട്ടോ. പച്ചപ്പ് മരങ്ങൾ ഇങ്ങനെ 2 സൈഡിലും. ചെറിയ റോഡാണ് കേട്ടോ. ഈ ചെയ്തൊക്കെ വളർന്ന് റോഡ് കുറച്ച് വീതി കുറവാണ്. എന്നാലും കുഴപ്പമില്ലാത്ത റോഡ്, നല്ല ടാറിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നടക്കാമെന്ന്. കുറേ നാളായി വണ്ടിയുമ്പോൾ തന്നെ എപ്പോഴും യാത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് നടന്നു പോയി കണ്ണനെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിയാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, ഇത്തിരി നടക്കാണ്ട്. അപ്പം ഞാൻ എന്തായാലും ചെറിയ വീഡിയോ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു അത് മൊത്തം എടുക്കാമെന്ന് വിചാരിച്ചു. പോണ വഴി മൊത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. അങ്ങനെ അതാ ഇങ്ങനെ നോക്കുമ്പോൾ നേരെ കാണും കേട്ടോ അമ്പലം. പക്ഷേ ഞാൻ ആ വഴിയല്ല പോവുക. ഞാൻ ഈ വഴി പോയാൽ അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്, അതിലാണ് കേട്ടോ പോവുക. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ വഴി കൂടെ ഇങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ റോഡ്. അപ്പോൾ ടാറൊന്നും ഇല്ലായിരുന്നു, ആകെ ഒരു ഇതായിട്ടുള്ള റോഡായിരുന്നു. ഇപ്പോൾ ടാറൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ലാത്ത റോഡായിട്ടുണ്ട്. അങ്ങനെ അമ്പലം എത്താറായിട്ട് അമ്പലത്തിൻ്റെ ബോർഡ് കാണാം. അമ്പലത്തിൻ്റെ ബോർഡാണ് കാണുന്നത് കേട്ടോ, ബ്ലൂ കളറിൽ. ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ പേരാണ് കുന്നത്തുള്ളി ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഗോപാലകൃഷ്ണ സ്വാമി ഇല്ല, ഗോപാലകൃഷ്ണ ക്ഷേത്രം. അങ്ങനെ ഗേറ്റ് കടന്നു. ഞാൻ അമ്പലത്തിൻ്റെ ഗേറ്റാണത് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ആളും അമ്പലത്തിലേക്ക് വന്നതാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു വർത്തമാനം ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ആൾ ഡെയിലി അമ്പലത്തിൽ വരുന്നതാട്ടോ. എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ്. അപ്പോൾ ആ കൂട്ടുകാരിനെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഒരു അമ്പലത്തിൻ്റെ വെള്ളം കയറിയ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ, അതിൽ ഉള്ള കൂട്ടുകാരി, അവളുടെ അമ്മയാണത്. അപ്പോൾ അവർ ഡെയിലി വരുന്ന ആൾക്കാരാട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം. അമ്പലത്തിലെ അത്തപ്പൂക്കളം അടിപൊളിയായിട്ടുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസം ഓരോ ടീമുകളാണ് കേട്ടോ അവിടെ പൂക്കളിടുക. അപ്പോൾ ഇത് ഏത് ടീമാണെന്ന് എനിക്കറിയില്ല ഇട്ടത്. ഞങ്ങളുടെ ഒരു ടീമുണ്ട്, അവരും അങ്ങനെ ഇടാറുണ്ട്. പക്ഷേ ഇക്കൊല്ലം ഞങ്ങൾ ഇടുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ റിലേറ്റീവ് മരിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഈ പുഷ്പാഞ്ജലിക്ക് വേണ്ടിയിട്ട് കൗണ്ടറിൽ പുഷ്പാഞ്ജലിക്ക് എഴുതിപ്പിക്കുകയാണ്. ഇതും ഞങ്ങളുടെ ജനാർദ്ദനേട്ടനാണ് അവിടെ പുഷ്പാഞ്ജലിക്ക് എഴുതുന്നത്. അപ്പം ഞാൻ അങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ആളെ ഫോട്ടോ നിർത്തുന്നു, ആളുടെ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ പൂക്കളം? ഇതാണ് ഞങ്ങളുടെ ഗോപാലകൃഷ്ണ ക്ഷേത്രം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ, നല്ല കാം ആൻഡ് ക്വയറ്റ്. വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് തിരക്ക് കുറവാണ്. ഇനിയിപ്പോൾ അറിയില്ല, ഞാൻ ചിലപ്പോൾ ലേറ്റായിട്ടാണോ, ഇനി കുറേ ആളുകൾ വന്ന് പോയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം വെക്കണമല്ലോ, അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോഴുള്ള കാഴ്ചയാണത്. ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ അമ്പലം. ഇപ്പോൾ പുരോഗമിച്ച് ഇപ്പോൾ വഴിയൊക്കെ ഇങ്ങനെ ടൈൽ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്പലം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു സമാധാനവും ശാന്തതയും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്കങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അങ്ങനെ അമ്പലം പ്രദക്ഷിണം വയ്ക്കാൻ. കുറച്ചിങ്ങനെ ചുറ്റാൻ കുറച്ച് സ്ഥലമുണ്ട്.
അങ്ങനെ അതേ പ്രദക്ഷിണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ വഴുക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നല്ല രസമാണ് കേട്ടോ അമ്പലം കാണാം. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വലിയ തിരക്ക് കുറവാണ്. അപ്പം ഞാൻ മെയിനായിട്ട് വന്നത് നമ്മുടെ പൂക്കളവും കാണാം. എനിക്കിഷ്ടമാണ്, നല്ല രസമുള്ള പൂക്കളങ്ങൾ. ഇനി പറ്റുമെങ്കിൽ ഞാൻ ഇനി വരികയാണെങ്കിൽ എടുക്കാം. ഉറപ്പില്ല നാളേക്കും പറ്റുമെന്ന്. അപ്പോൾ വരുന്ന ദിവസത്തെ പൂക്കളൊക്കെ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുന്നിലെത്താറായി, കണ്ണൻ്റെ മുന്നിൽ ഇങ്ങനെ എത്താറായി കേട്ടോ. വലിയ വീഡിയോ ഒന്നുമല്ല, കുഞ്ഞൊരു വീഡിയോ, അമ്പലത്തിൽ പോണൊരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതൽ അതായിട്ടൊന്നും എടുത്തിട്ടില്ല, തിരിച്ചു പോണതൊന്നും എടുത്തിട്ടില്ല, അമ്പലത്തിലെത്തണത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇതൊക്കെ അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. കുളം ഒരാളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ട് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വെറുതെ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.